ചാലക്കുടിയിൽ വൻ തീപിടുത്തം. നോർത്ത് ചാലക്കുടിയിലെ ഊക്കൻസ് പെയിന്റ് ഗോഡൌണിനാണ് തീപിടിച്ചത്. ചാലക്കുടി, പുതുക്കാട്, ഇരിങ്ങാലക്കുട, മാള എന്നിവിടങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകളെത്തി 2 മണിക്കൂറോളം പണിപ്പെട്ടാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ഏകദേശം 5 കോടിയോളം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി കടയുടമ പറഞ്ഞു. രാവിലെ 8 മണിയോടെയാണ് തീപിടുത്തം നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. പെട്ടെന്ന് തീപിടിക്കുന്ന പെയിന്റും അനുബന്ധ ഉൽപ്പന്നങ്ങളും സൂക്ഷിക്കുന്ന ഗോഡൌണിനാണ് തീപിടിച്ചത്. അതുകൊണ്ട് തന്നെ നിമിഷങ്ങൾക്കകം തീ ആളിപ്പടർന്നു. ഇതിനിടെ നാട്ടുകാർ ചാലക്കുടി പോലീസിലും ഫയർഫോഴ്സിലും വിവരമറിയിച്ചിരുന്നു. ആദ്യഘട്ടത്തിൽ ചാലക്കുടിയിൽ നിന്നുള്ള ഫയർഫോഴ്സും പോലീസും എത്തി. നാട്ടുകാരുടെ സഹായത്തോടെ തീയണയ്ക്കാൻ ശ്രമം ആരംഭിച്ചെങ്കിലും ഫലപ്രദമായില്ല. ഇതിനിടെ സ്ഥാപനത്തിൻ്റെ താഴത്തെ നിലയിലെ പെയിന്റ് ഉൽപ്പന്നങ്ങൾ പുറത്തേക്ക് മാറ്റാനുള്ള ശ്രമവും നടത്തി. ഇത് തീപിടുത്തത്തിൻ്റെ വ്യാപ്തി കുറയ്ക്കാൻ സഹായിച്ചു. ഇതിനിടെ പെയ്ത മഴയും തീ പടരുന്നത് കുറയാൻ സഹായകരമായി. പിറകെ പുതുക്കാട്, മാള, ഇരിങ്ങാലക്കുട എന്നിവിടങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകളും എത്തി. തൊട്ടടുത്ത ഗ്യാസ് ഗോഡൌണിലേക്ക് തീപിടിക്കുമോ എന്ന ആശങ്കയും ഉടലെടുത്തു. ഫയർഫോഴ്സിൻ്റെ നേതൃത്വത്തിൽ ഗോഡൌണിലെ ഗ്യാസ് സിലിണ്ടറുകൾ മാറ്റിയതിനാൽ ആ ആശങ്ക ഒഴിവായി. ഇതിനിടെ സമീപത്തെ കെട്ടിടങ്ങളിലേക്ക് തീ പടരാതിരിക്കാനുള്ള മുൻകരുതലുകളും ഫയർഫോഴ്സ് സ്വീകരിച്ചു. ഒടുവിൽ 2 മണിക്കൂറോളം പണിപ്പെട്ടാണ് ചാലക്കുടി നഗരത്തെ മുൾമുനയിൽ നിർത്തിയ തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കിയത്. ഏകദേശം 5 കോടിയോളം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി കടയുടമ പറഞ്ഞു. രാവിലെ കട തുറക്കുന്ന നേരത്തെ നമ്മുടെ സ്റ്റാഫുകൾ പെട്ടെന്ന് ഈ കണ്ടത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എല്ലാവരും കൂടി വന്നപ്പോഴേക്ക് ബാക്കിലുണ്ടായിരുന്ന ഫർണിച്ചർ യൂണിറ്റും അതുപോലെ ഹാർഡ്വെയർ സെക്ഷനും പെയിൻറ്റും എല്ലാം വളരെ രീതിയിൽ വരുന്നൊരവസ്ഥ വന്നു. പിന്നെ ഫയർഫോഴ്സുകാർ വന്നു, നാട്ടുകാർ വന്ന് കുറേ സാധനങ്ങളൊക്കെ മാറ്റി. നാട്ടുകാരെല്ലാവരും സഹകരണം കൊണ്ടാണ് ഇത് തീ അണയ്ക്കാൻ സാധിച്ചത്. എങ്ങനെയാണ് ഇത് ഈ വലിയൊരു എത്ര രൂപയുടെ നഷ്ടം നമുക്ക് സംഭവിച്ചിരിക്കുകയാണ്. ഏകദേശം 5 കോടിയുടെ നഷ്ടം സംഭവിച്ചിട്ടുണ്ടാവണം എന്നാണ്. അതേസമയം കൂടുതൽ പരിശോധനകൾക്ക് ശേഷമേ തീപിടുത്തത്തിൻ്റെ കാരണം വ്യക്തമാകൂവെന്ന് ഫയർഫോഴ്സ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടോ? നിങ്ങൾക്കിത് അവസരം ദുബായിൽ ജോലി ചെയ്യാൻ. ദുബായിലോ അബുദാബിയിലോ നിങ്ങൾക്കും ഡെലിവറി ബോയ് ആവാം. ഉടൻ വിസ 15 ദിവസത്തിനുള്ളിൽ. 80,000 രൂപയ്ക്ക് മുകളിൽ സമ്പാദിക്കാം. 21 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ള യുവാക്കൾക്ക് അവസരം.